ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുവാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചപ്പോൾ തിരുവോസ്തിയുമായി തെരുവിലേക്കിറങ്ങി വിശ്വാസി സമൂഹത്തിനായി ദിവ്യകാരുണ്യ ആരാധന ക്രമീകരിച്ച ബിഷപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കയ്യടി നേടുകയാണ്. കത്തോലിക്ക സഭയ്ക്കെതിരെ പീഡന പരമ്പരകൾ തുടരുന്ന നിക്കരഗോയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തങ്ങളുടെ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനായി കടന്നുവന്ന വിശ്വാസി സമൂഹത്തിന് ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ പോലീസ് അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് നിക്കരഗോയിലെ മാതകൽപ്പ രൂപതാധ്യക്ഷൻ ബിഷപ്പ് റൊളാൻ അൽവാരസ് ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ചുകൊണ്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങിയത്. ഗായക സംഘാംഗങ്ങൾക്കും ദിവ്യകാരുണ്യ ആരാധന തത്സമയം സംപ്രേഷണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്കും പോലീസ് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. നിക്കരഗോയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹാംഗങ്ങളെ നാടുകടത്തിയതും 5 കത്തോലിക്ക റേഡിയോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടിയതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അതിനു തൊട്ടു പിന്നാലെയാണ് ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയുന്ന പോലീസ് അതിക്രമം അരങ്ങേറിയത്. തോക്കുധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് സാധാരണക്കാരായ വിശ്വാസികളെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയത്. ആരാധനയ്ക്കെത്തിയ വിശ്വാസികളോട് പോലീസുകാർ തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അവരെ പോലീസ് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്ന് ബിഷപ്പ് റൊളാൻ വ്യക്തമാക്കി. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പോലീസുകാരുമായി ആശയവിനിമയം നടത്താൻ തയ്യാറായ ബിഷപ്പ് വിശ്വാസികൾ പ്രകോപിതരാകരുതെന്നും ആഹ്വാനം ചെയ്തു. താൻ മുട്ടുകുത്തുന്നത് ദൈവത്തിന് മുന്നിൽ മാത്രമായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂർ സമയം വിശ്വാസികൾക്കൊപ്പം ചെലവഴിച്ചു. തങ്ങൾക്ക് തങ്ങളുടെ ദൈവവും നാഥനുമായ ക്രിസ്തുവിനെ ആരാധിക്കാതിരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആവശ്യമെങ്കിൽ പൊതുനിരത്തിൽ ദിവ്യബലിയും ദിവ്യകാരുണ്യ ആരാധനയും ക്രമീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവാലയത്തിൽ ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ തന്നെ പൊതുനിരത്തിൽ വിശ്വാസി സമൂഹം സ്തുതിഗീതങ്ങൾ ആലപിച്ചു തുടങ്ങിയിരുന്നു. അതേ തുടർന്ന് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു വൈദികൻ തിരുവോസ്തിയുള്ള അരുളിക്ക ദേവാലയത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പോലീസുകാർ അണിനിരുന്ന ദേവാലയത്തിന്റെ പടവുകളിൽ മുട്ടിന്മേൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ബിഷപ്പ് തെരുവിലൂടെ നടന്നുകൊണ്ട് തന്റെ ദൈവജനത്തിന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയത്. തുടർന്ന് അദ്ദേഹവും പിന്നാലെ വിശ്വാസി സമൂഹവും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പോലീസുകാർ തടയാതിരുന്നതും ശ്രദ്ധേയമായി. ഏകാധിപതിയായ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ ഭരണകൂടം ആരാധനാ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചു നടത്തിയ പോലീസ് ഉപരോധത്തിൽ പ്രകോപിതരാകാതെ വിശ്വാസി സമൂഹം സഹിഷ്ണുതയോടെ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന വികാരനിർഭരമായ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ഒർട്ടേഗ ഭരണകൂടത്തിന്റെ സ്ഥിരം വിമർശകനാണ് ബിഷപ്പ് റൊളാൻഡോ. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിയുടെ യഥാർത്ഥ കാരണമായി വിലയിരുത്തപ്പെടുന്നത്.